ഇവിടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്ന് സങ്കല്പിക്കുക. ഇവിടെ സംഭവിക്കാൻ സാധ്യതകളൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. നമ്മളെ ചാനലുകാർ വെരി ഹാപ്പി. കുറച്ച് 10 ദിവസം ജീവിച്ചു ഉള്ള വകയായി അവർ കമന്ററി പറയും. അങ്ങനെയാണല്ലോ, ഇപ്പൊ ഇതൊരു കണക്ക് അങ്ങനെയാണല്ലോ. ഒരു ക്രിക്കറ്റിന്റെ കമന്ററി വരുന്നോണേക്കും ഇപ്പൊ 1,99,000 അവർ പറയാൻ സാധ്യതകളൊക്കെ മുൻകൂട്ടി പറഞ്ഞുതരാം. ഇപ്പൊ വെറും 1,99,000 മൃതദേഹങ്ങളാണ് കിട്ടിയത്. ഇനി 1000 കൂടെ കിട്ടിയാൽ മാന്ത്രിക സംഖ്യയായ 2 ലക്ഷത്തിലേക്ക് എത്തും. വെരി ഗുഡ്. പിന്നെ കുറച്ച് ചാരിറ്റി പിരിവുകാർ ജനങ്ങളെ നിങ്ങൾ കയ്യിൽ മനസ്സിലാക്കണം. 2 ലക്ഷം ആൾക്കാരാണ് മരിച്ചത്. നിങ്ങളെ കയ്യിലുള്ള പൈസ ഉടനെ കിട്ടുക കേട്ടോ. എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ച് കഞ്ഞുടിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണം, മണ്ണിലടിയിലുള്ളവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ചാരിറ്റി പിരിവ് നടക്കും. സംസ്ഥാനം പറയാൻ സാധ്യതയുള്ളത് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ കേന്ദ്രം പറയണ്ടേ? കേന്ദ്രം പറയണമായിരുന്നു. കേന്ദ്രം എന്താണ് പറഞ്ഞത്? തുടർച്ചയായിട്ട് മഴയുണ്ട്, ഒന്ന് ശ്രദ്ധിക്ക്. മുല്ലപ്പെരിയാർ പൊട്ടെന്ന് പറഞ്ഞോ, ഉടനെ എല്ലാവരും മൈക്ക് കൊണ്ട് കേന്ദ്രത്തിനെടുത്തു പോയി. അത് പിന്നെ തുടർച്ചയായിട്ട് മഴ പെയ്തപ്പോ ഞങ്ങൾ കൃത്യമായിട്ട് ഇവന്മാരോട് പറഞ്ഞതാ, എടാ പലതും പൊട്ടും, മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞില്ല. അത് അവർ ഊഹിച്ചെടുക്കണ്ടേ?